ആ എന്നാ ടേസ്റ്റാണ് കൊള്ളാം. ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചില്ല കൂട്ടുകാരെ. ആ പൂജ ചൂടാ വേണോ? ആ എന്നാ വേണമെങ്കിൽ എന്നാ കഴിച്ചു. ചൂടാ. ഹായ് പ്രിയമുള്ള കൂട്ടുകാരെ, എവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് ഉരുകാലയം. കൂട്ടുകാരെ, നമുക്ക് ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ വരാലിനെ ഒന്ന് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പല ചാനലുകളിലും മീൻ ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മസാലയൊക്കെ ചേർത്ത് ഒന്ന് ചുട്ട് നോക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം നമ്മളോടൊപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പം ലൈക്ക് രേഖപ്പെടുത്തുക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ എത്താനായിട്ട് സഹായമായി തീരും. നിങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ല നല്ല വീഡിയോകൾ മുന്നോട്ട് ഉള്ള യാത്രയിൽ ഉണ്ടാകുന്നതാണ്. ഇവിടെ നല്ല മഴയാണ് കൂട്ടുകാർ, ഭയങ്കര മഴയാണ്. അപ്പം ഏവർക്കും നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, പുറത്ത് അതിഗംഭീരമായ മഴ നടക്കുകയാണ്. നമുക്ക് കിട്ടിയ വരാലിനെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫിഷിംഗ് ചാനലിന് വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയ വലയാണ് കൂട്ടുകാരെ, മീനെ പിടിച്ചിടാനുള്ള വല. നമുക്ക് ഇവനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കൂട്ടുകാരെ. ഇതിന് നമ്മൾ തൊലി ഇരിക്കുന്നില്ല, കാരണം ഇത് ചൂടാനുള്ളത് ആയതുകൊണ്ട് നമ്മൾ തൊലി ഇരിക്കുന്നു. സാധാരണ ഞങ്ങളുടെ നാട്ടിൽ എല്ലാം തൊലി ഇരിക്കുകയാണ്. അത് കൂട്ടുകാരെ, നമുക്കിത് ഇനി വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വരാം. നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് ഉരച്ചാണ് കഴുകുന്നത്. കൂട്ടുകാരെ, നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ചാണ് ഇത് കഴുകിയെടുക്കുന്നത്. കൂട്ടുകാരെ, നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 കഷ്ണം ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചു കൊടുക്കാം. കൂട്ടുകാരെ, ചതച്ചതെല്ലാം കൂടെ നമ്മൾ ഒരു വാഴയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കതിൽ ഇനി അല്പം മഞ്ഞളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂണ്
മല്ലിപ്പൊടി ഒരു കാലിനെക്കാട്ടി കുറച്ച്, കാലിൻ്റെ പകുതി ഗരം മസാല, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മാറുവച്ചേ, നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്. ദേ നമ്മൾ ഇത്രയും പിഴുപുളി കൂടെ ഇട്ടിട്ടുണ്ട്. ദേ ചെറിയ ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഉപ്പുണ്ടോ എന്ന് നോക്കണം, നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഒക്കെ കറക്റ്റാണ്. ഇനി നമ്മുടെ മീൻ എടുക്കുക, മീനെടുത്ത് അതൊന്ന് വരഞ്ഞു കൊടുക്കുക. അത് അടുപ്പിച്ചടുപ്പിച്ച് മസാല പിടിക്കത്തക്ക രീതി വേണം വരയാൻ. നമ്മളിതിൻ്റെ തൊലി ഇരിക്കാഞ്ഞത് ചൂടാനുള്ളത് കൊണ്ടാണ്. കറിയൊക്കെ വെക്കാനാണ് തൊലി ഇരിച്ചിട്ടാണ് കറി വെക്കുന്നത്. ഇത് തൊലി എത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോകും, അതുകൊണ്ടാണ്. കൈയൊക്കെ മുറിയരുത്. തെന്നലൊക്കെ കൂടുതലുള്ള മീനാണ് വരാൽ. നമുക്കിനി ഇതിനുള്ളിലേക്ക് മസാല എല്ലാം കൂടെ പരട്ടി കൊടുക്കാം. നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ കുറച്ച് സമയമായി നമ്മുടെ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കതെടുത്ത് നമ്മളൊരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മസാലയെല്ലാം കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി വാഴയില ഇനി ചുട്ടിയെടുക്കാം. രണ്ട് വാഴവള്ളി വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. കൂട്ടുകാരെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ നമ്മളോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് കൂട്ടുകാരെ നമ്മൾ ഇതുപോലൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്, അലുമിനിയം ഷീറ്റ്. നമുക്കതിലോട്ട് ഇവനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനിയുമാണ് അടുത്ത പണി. നമ്മൾ കുറച്ച് ചെളി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചെളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സൗകര്യക്കുറവുണ്ട് കൂട്ടുകാരെ. കൂട്ടുകാരെ, നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു കട്ടിയുള്ളൊരു നെറ്റ് വെച്ചിട്ടുണ്ട്. ഈ മഴയായതുകൊണ്ട് തീ കത്താൻ അല്പം പ്രയാസമാണ്.
നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മീൻകൂട്ടനെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പടിയാമ്മ ഞാൻ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം നല്ലപോലെ തീ ഇട്ട് കൊടുക്കാം. അല്പസമയം എടുക്കും കൂട്ടുകാരെ. ഒരു സൈഡ് ഏകദേശം രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. നല്ല ചൂടാണ് കൂട്ടുകാരെ. അങ്ങനെ കൂട്ടുകാരെ, ദേ ഒരു 3/4 മണിക്കൂറിന് ശേഷം നല്ലപോലെ നമ്മൾ തീയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സംഭവം ദേ ഈ രീതിയിൽ എത്തിയിട്ടുണ്ട്. നല്ല എല്ലായിടവും കരിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിവനെ ഒന്ന് എടുത്ത് മാറ്റാം. ഒരു 3/4 മണിക്കൂർ നമ്മൾ നല്ലപോലെ തീയിട്ട് കൊടുത്തു. ആ മണ്ണെല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് എടുത്ത് മാറ്റാം. ഒന്ന് പൊട്ടിച്ചൊന്ന് റെഡിയാക്കി നോക്കാം. നമുക്ക് കമ്പെടുത്തിട്ട് ആഹാ അടിപൊളി. നല്ല മണമൊക്കെ ഉണ്ട് കൂട്ടുകാരെ. ആഹാ വേണ്ട വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ആഹാ വേണ്ട തൊട്ടപ്പഴുതൽ പോരുന്നു. എന്നാ ചൂടാ. ദേ കൂട്ടുകാരെ ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ വന്നിട്ടുണ്ട്. എന്നാ ടേസ്റ്റാക്കണേ, കൊള്ളാം. വരാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചില്ല കൂട്ടുകാരെ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് വരാൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതാ പൂജ ചൂടാ വേണോ? എന്നാ വേണമെങ്കിൽ എന്നാ കഴിച്ചു. ചൂടാ ചൂടാ ചൂടാ. നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ, നല്ല ചൂടുവാ. ഉപ്പും പുളിയും എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പം പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ മസാലയും ആ ഗരം മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും സതീർത്ഥ്യ വില്ലേജ് കിച്ചൻ്റെ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.